മക്കളെ ഇത്തവണത്തെ മോഡൽ എക്സാമിനേഷൻ നമ്മളെ കുഴപ്പിച്ചത് ഗ്രാഫ് അല്ലേ? എന്നാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഗ്രാഫ് മാർക്കുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ശ്രദ്ധിച്ചോളാം. y ഈസ് പ്രപ്പോർഷണൽ ടു എക്സ് ആണെങ്കിൽ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. എക്സാമ്പിൾ പിടിച്ചോ, v ഈസ് ഈക്വൽ ടു IRന്റെ ഗ്രാഫ് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആണ്. വോൾട്ടേജ് വേഴ്സസ് കറണ്ടിന്റെ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം റെസിസ്റ്റൻസ് ആണ്. അടുത്തത് v ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ഈ ഒരു ഷേപ്പിലായിരിക്കും ഗ്രാഫ് വരുന്നത്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ എക്സിന്റെ അടുത്തോട്ട് വരത്തുള്ളൂ. കാരണം ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് y ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? എക്സിന്റെ അടുത്തോട്ട് വരും. ഇവിടെ കുറച്ച് താമസിച്ച ശേഷം എക്സിന്റെ അടുത്തോട്ട് വരത്തുള്ളൂ. ഇതിന് എക്സാമ്പിൾ പറഞ്ഞാലോ, നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 എന്താ മക്കളെ? Q എന്താണ്? R ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ വേഴ്സസ് ഡിസ്റ്റൻസിന്റെ ഗ്രാഫ് വരുമ്പോൾ ഈ ഒരു രീതിയിലെ ഗ്രാഫ് കിട്ടുന്നത് സിമ്പിൾ അല്ലേ? ഇനി ഇവിടെ എക്സാമ്പിൾ പറഞ്ഞാലോ, ഇവിടുത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 Q എന്താണ്? R² ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ R² ആണ്. അടിപൊളിയായിട്ട് ഗ്രാഫ് മനസ്സിലായില്ലേ? ഇനി അടുത്തത് y ഈസ് പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? ലുക്ക് ലൈക്ക് ദിസ്. എക്സാമ്പിൾ പോരട്ടെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. എനർജി വേഴ്സസ്, നമുക്കറിയാം ഒരു ഇൻഡക്ടർ എനർജി എന്ന് പറയുന്നത് ½ Li² ആണ്. എക്സാമ്പിൾ ചോദിക്കുകയാണ് എനർജി വേഴ്സസ് കറണ്ടിന്റെ ഗ്രാഫാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, എന്താണ് മക്കളെ? y ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? x² ഫോമിലാണ് കിടക്കുന്നത്. ഗ്രാഫ് ഇതാണ്. എന്താ? I ആണ് എക്സ് എന്ന് പറയുന്നത്, y ആണ് യു എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇനി ഒരെണ്ണം കൂടെ തരട്ടെ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിലോ, കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഗ്രാഫ് എന്തായിരിക്കും? ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ്, ഈ ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആണെങ്കിൽ, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആണെങ്കിൽ ഗ്രാഫ് ഈ ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് അല്ല, ഈ ഒരു ഷേപ്പോ ആയിരിക്കാം ഗ്രാഫ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ സി എന്ന് പറയുന്നത് y ഇന്റർസെപ്ഷൻ ആണ്. അതായത് ഈ ഗ്രാഫ് എവിടെ പോയാണോ y മുട്ടുന്നത് അതാണ് y ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിൽ ചോദിക്കുന്നത്. അതിനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ എങ്ങോട്ട് പോരുക? നമ്മുടെ ലൈവിൽ പോരുക, സൂപ്പർ 6ൽ വരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.